ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു ചാന്ദ്രദിന ക്വിസിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ജൂലൈ 21 തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലെ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 10ാമത്തെ ക്വിസിൻ്റെ വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയിലെ ചോദ്യങ്ങൾ കൂടി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതിലുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി നേരെ ഈ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ആ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതിൻ്റെ വിന്നർ ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം 1.3 സെക്കൻഡാണ്. ഇനി നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആത്മിക് എസ് സന്തോഷ്, കരോലിൻ, അസ്ന എ, രുദ്രദേവ്, കാർത്തികേയൻ ഇ പി നമ്പ്യാർ, സത്യജിത്ത്, ശ്രീരാഗ് എസ്, ധ്യാൻ ബിനിൽ, സ്നേഹൽ എന്നിവരാണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ ആണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ആദ്യം 9 ഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹം അഥവാ ഡ്വാർഫ് പ്ലാനറ്റാക്കി കണക്കാക്കുകയായിരുന്നു. അതുകൊണ്ട് പ്ലൂട്ടോ ആണ് നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എന്ന് പറയുന്നത് ആപ്പിൾ ആണ്. 1987 ഇന്ത്യ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ്? ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം അഥവാ സാറ്റലൈറ്റിൻ്റെ പേരാണ് മംഗൾയാൻ. 2014 അത് എത്തിച്ചേർന്നത്. നാലാമത്തെ ചോദ്യം: ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണം ഏതാണ്? ഭൂമിക്കും സൂര്യനും നടുവിൽ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണത്തിൻ്റെ പേരെന്താണ്? ഭൂമിക്കും സൂര്യനും നടുവിൽ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണത്തിൻ്റെ പേരാണ് സൂര്യഗ്രഹണം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരെന്താണ്? തുമ്പയിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരെന്ത്? തുമ്പയിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരാണ് വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോസിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യുവാൻ പാകത്തിൽ PDF രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം ഇതാണ്: 2016 വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയ അമേരിക്കൻ ഉപഗ്രഹം ഏതാണ്? 2016 വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലെത്തിയ അമേരിക്കൻ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ജൂനോ. ഏഴാമത്തെ ചോദ്യം: ചന്ദ്രനും സൂര്യനും മധ്യേ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഏതാണ്? ചന്ദ്രനും സൂര്യനും മധ്യേ ഭൂമി എത്തുമ്പോഴുള്ള ഗ്രഹണമാണ് ചന്ദ്രഗ്രഹണം. നമ്മളിപ്പോൾ 2 തരത്തിലുള്ള ഗ്രഹണങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണമാണ്. ആ ഗ്രഹണത്തിൻ്റെ പേരാണ് സൂര്യഗ്രഹണം. അതേപോലെ ചന്ദ്രനും സൂര്യനും മധ്യേ ഭൂമി എത്തുമ്പോഴുള്ള ഗ്രഹണമാണ് ചന്ദ്രഗ്രഹണം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക, മാറിപ്പോകാതെ നോക്കുക. വീഡിയോയിലെ 8ാമത്തെ ചോദ്യമാണ്: 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? 2 സാറ്റലൈറ്റ് ഉള്ള ഗ്രഹം ഏതാണ്? നമ്മുടെ ഭൂമിയുടെ തൊട്ടടുത്തുള്ള ചൊവ്വ അഥവാ മാർസിനാണ് 2 സാറ്റലൈറ്റ് ഉള്ളത്. ആ 2 സാറ്റലൈറ്റുകളുടെ പേര് കൂടി പഠിച്ചിരിക്കുക. ഫോബോസ് ആൻഡ് ഡെയ്മോസ് ആണ് ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങൾ. 9ാമത്തെ ചോദ്യം: പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
പ്രപഞ്ചത്തിൻ്റെ വികാസവും അതിൻ്റെ ഉത്ഭവത്തെ പറ്റിയൊക്കെ പഠിക്കുന്ന പഠനശാഖയുടെ പേരാണ് കോസ്മോളജി. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്: പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അഥവാ എലമെൻ്റ് ഏതാണ്? നമ്മുടെ പ്രപഞ്ചത്തിൽ അഥവാ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള എലമെൻ്റ് അഥവാ മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. 11ാമത്തെ ചോദ്യം: ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്രയാണ്? ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര? ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ് ആണ്. ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 12ാമത്തെ ചോദ്യം: ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഭൂമിയിൽ ഉണ്ടാക്കുന്ന പ്രതിഭാസം ഏതാണ്? അതായത് ചന്ദ്രൻ്റെ ഗ്രാവിറ്റി മൂലം ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസം എന്താണ്? വേലിയേറ്റവും വേലിയിറക്കവും, അതായത് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് ആണ് ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റി മൂലം ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസം. 13ാമത്തെ ചോദ്യം: ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാണ്? നേരത്തെ നമ്മൾ 2 ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹത്തെ പറ്റി പറഞ്ഞു. അതേപോലെ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാണ്? ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം മറ്റേതുമല്ല, നമ്മുടെ ഭൂമി തന്നെയാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രൻ അഥവാ മൂണാണ്. 13ാമത്തെ ചോദ്യം: ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? റിങ്സ് ഉള്ള ഗ്രഹം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. വലയങ്ങൾ ഉള്ള ഗ്രഹം ശനി അഥവാ സാറ്റേൺ ആണ്. 14ാമത്തെ ചോദ്യം ഇതാണ്: എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ കൃതിയാണ്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? വളരെ പ്രശസ്തനായ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ കൃതിയാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. വർഷത്തേക്കാൾ ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം ഏതാണ്? അതായത് ഒരു വർഷത്തേക്കാൾ കൂടുതൽ ദൈർഘ്യം അവിടുത്തെ ഒരു ദിവസത്തിനുണ്ടാവും. ആ ഗ്രഹം ഏതാണ്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വീനസ് അഥവാ ശുക്രനാണ്. വർഷത്തേക്കാൾ ദിവസത്തിന് ദൈർഘ്യമുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വീനസ്. 15ാമത്തെ ചോദ്യം: കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഏത് ഉപഗ്രഹമാണ് ബ്ലാക്ക് മൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്? കറുത്ത ചന്ദ്രൻ അഥവാ ബ്ലാക്ക് മൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൊവ്വയുടെ ഫോബോസ് എന്ന് പറയുന്ന ഉപഗ്രഹമാണ്. ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കഴിഞ്ഞാൽ ഉടൻ ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം 365 ദിവസം 6 മണിക്കൂർ 9 മിനിറ്റ് ആണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ നിങ്ങളെല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുകയുള്ളൂ. ഇനി നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്: ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏതാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിന്നറെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.